നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനി നമ്മൾ 2 ദിവസത്തേക്കിന് ഗ്രാൻഡ് ബെൻഡിൽ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇവിടെ എത്തി. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, ഒരു പീസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ആയിട്ട്. അയ്യോ, സൂപ്പർ ടയേർഡായി. ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ ഫോർ 2 days. അത് ബീച്ച് ആക്സസ് ആണ്. അതെനിക്ക് തോന്നുന്നത് ഈ ഡോർ ത്രൂ പോവായിരിക്കും, എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതൊരു വാഷ്റൂം, ഇതൊരു ബെഡ്റൂം, ഇത് സെക്കൻഡ് ബെഡ്റൂം അല്ലേ. അവിടെ ഒരു പൗഡർ ബാത്റൂമാണ്, ലോണ്ട്രി റൂം. ഇവിടെ ഒരു മുറിയുണ്ട്. ഈ റൂമിൽ നിന്ന് കറക്റ്റ് നമുക്ക് ബീച്ചിലേക്കുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നമ്മൾ നേരത്തെ ലിവിങ് റൂമിൽ നിന്ന് കണ്ടില്ലായിരുന്നു ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ. അതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വീടിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും, ആ വൈൽഡ് ഫയറിൻ്റെ കുറച്ച് സ്മോക്കി ഇഫക്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് ഇച്ചിരി ഒന്ന് മങ്ങിയൊക്കെ കിടക്കുന്നത്. ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെൻറ്റ് ഇലോറയ്ക്കായിരുന്നു. ബിക്കോസ് ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് അവൾക്ക് അവിടെ പോകണം, അവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൂഡിലായിരുന്നു ഇലോറ. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫയർ പിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് ചെറുതായിട്ട് നമുക്കിവിടെ ഒന്ന് ബാക്ക് യാർഡ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസുമാണ്. ചെറു നോക്കുവാണ് എങ്ങനെ ഇവിടെ നമുക്ക് ബീച്ചിൽ പോവാവുന്നത്. അങ്ങനെ കുളിച്ചത് ഫ്രഷായി കഴിഞ്ഞു. ഇലോറയും താണ്ട് ഇവിടെ ഉണ്ട്, ചെറിയ അവിടെ കുളിക്കുന്നു. ഇനിയും ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ വന്നിട്ട് ഇനിയും ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാം ഒന്ന് വന്ന് ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ഉള്ളവർ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്നാണ് ജെറി പറയുന്നത്. നമുക്കതൊന്ന് പോയി നോക്കാം. ബിക്കോസ് ഞങ്ങളുടെ ആ കോട്ടേജിൻ്റെ അവിടെ ഉള്ളതിൽ നമുക്ക് ബീച്ച് വ്യൂ ഉള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ നിയർ ബൈ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവരിപ്പോൾ ഇത് ഓൺ ദ വേ ആണ്. ഇതാണ് ജെറി കണ്ടുപിടിച്ച നിയർ ബൈ ബീച്ച്. നമ്മൾ ബീച്ചിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കിന് കറക്റ്റ് അവരും കൂടെ എത്തിയിട്ടോ. ഇവർ നേരെ വിൻസറിൽ നിന്ന് വർക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നത്.
ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അധികം കുക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോകണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം ആദ്യമേ ഞങ്ങൾ ബീഫും പോർക്കും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാവരും കൂടെ നമ്മളിന്ന് പോയ US വിസയുടെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ കൂടെ കളിക്കുകയും TV കാണുകയും അവരുടെ പരിപാടിയൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഡിസ്കഷൻ ഇനി നമ്മൾ നാളത്തെ പരിപാടിയെ പറ്റിയിട്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. എപ്പോൾ എഴുന്നേക്കണം, എപ്പോഴാണ് നമ്മൾ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. എനിക്ക് തോന്നുന്നു കാനഡയിലുള്ളവർ മിക്കതും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും കേട്ടോ. അതാണ് നമുക്ക് കുറച്ചും കൂടെ ഫീസിബിളായി തോന്നുന്നത്. അതാകുമ്പോൾ നമുക്കൊരു ഹോംലി ഫുഡും അങ്ങനത്തെ ഒരു വൈബിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇവിടെ ടോബിച്ചാച്ചൻ പൊറോട്ടയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വന്നതാ നല്ല സുടാന്നുള്ള പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാൽ പിന്നെ ആ ചൂട് പോകുന്നതിന് മുന്നേ ആ പൊറോട്ടയും ബീഫും ചിക്കൻ കറിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാൻഡ് ബെൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, ഇവരാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 10 മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത്, അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ നേരെ വീട്ടിൽ നിന്നിപ്പം ഇറങ്ങി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 28 മിനിറ്റ്സ് ഉണ്ട് അവിടെ എത്താനായിട്ട്. അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ കൂടുതലും ബീച്ചിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഒക്കെ അനുസരിച്ചാണ് കാര്യങ്ങൾ. നമുക്ക് നോക്കാം. അങ്ങനെ കറക്റ്റ് ടൈമിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി ഈ ഒരു സംഭവം നേരത്തെ നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നുന്നത് ആരും തന്നെ ജെറ്റ്സ്കി നേരത്തെ ചെയ്തിട്ടില്ല, എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ. പിന്നെ പിള്ളേരൊന്നും പോകുന്നില്ല കേട്ടോ, അവർ എൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് നല്ലൊരു ട്രെയിനിങ് ഒക്കെ തന്നിട്ടാണ് അവർ ഈ കാര്യത്തിന് നമ്മളെ പോവാനും എല്ലാം സമ്മതിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ റോബിൻ ചേട്ടനാണ് പോകുന്നത്. കാവടി തുള്ളിയാ പോണേ. Bye bye. അവരൊരു റൗണ്ട് പോയിട്ട് പിന്നെ ഇവരെയും കൂടെ ഒന്ന് കൊണ്ടുപോവാണ്. ഞാൻ പോകുന്നില്ലാത്തതുകൊണ്ട് ജെറിയും റോബിൻ അച്ചാച്ചനും കൂടെയാണ് പോകുന്നത്. എല്ലാ പ്രിക്വേഷൻസും നോക്കിയിട്ടാണ് ഇവരിവിടെ നമ്മളെ എല്ലാം ചെയ്യാൻ സമ്മതിക്കുന്നത്. അതുകൊണ്ട് നമുക്കത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ജെറിയുടെയും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറുതായിട്ട് ജെറിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ, ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുമ്പോഴും ഇതെങ്ങനെയാണ് സംഭവം കയ്യിൽ ഒതുങ്ങുമോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് പിന്നെ പോകുന്നത്. ഇത് മൊത്തത്തിൽ ഒരു 1 hourൻ്റെ പാക്കേജാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നമ്മുടെ ആ ഒരു ഏരിയയിലോട്ട് വരുവാണ്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. ബിക്കോസ് നമ്മളിതൊന്നും എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എല്ലാവർക്കും നല്ല വിശപ്പ്. എന്നാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. പിള്ളേർ മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ നമ്മളിതാ ഇവിടെ കയറിയിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ബീച്ചിലേക്ക് പോവാണ്. വീക്കെൻഡും ആണ് സമ്മറും ആണ്, അതിൻ്റെ ഒരു തിരക്ക് നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ കുട്ടി നമുക്ക് ഡ്രസ്സും ബാഗും
ക്യാപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ടുള്ളത്. പിള്ളേർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട്. ബിക്കോസ് അവർക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ, ഈ ബീച്ചിൽ പോകുന്നതായിരുന്നല്ലോ അവരുടെ ആക്ടിവിറ്റി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് സ്കൈ ഡൈവിങ്ങും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിൽ ഞാനും ജെറിയും കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. ഇത് നമുക്കിങ്ങനെ പാർട്ട്ണറായിട്ട് പോകേണ്ടത് കൊണ്ട് ഞങ്ങളില്ലായിരുന്നു. അപ്പോൾ ഇവർ സെക്ഷനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ ബീച്ചിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ചെറുതായിട്ട് മഴയും കാര്യങ്ങളും ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ബീച്ചിൽ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കിന് തിരിച്ച് വീട്ടിലെത്തിട്ടോ. പിന്നെ നമ്മൾ ആ വീടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു നൈറ്റ് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്യാൻ വീടും കാര്യങ്ങളൊക്കെ. ഇത്രയും നല്ല ബീച്ച് വ്യൂവും കാര്യമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം പുറത്ത് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.